നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കവേ രാഷ്ട്രീയ കേരളം കലങ്ങിമറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മൂന്നാം തുടർ ഭരണത്തിനു വേണ്ടി ഇടതുപക്ഷം കച്ചമുറുക്കി രംഗത്തേക്കിറങ്ങിയപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന പൊടിപാറിയ ചർച്ച അരങ്ങു തകർക്കുകയാണ്. ഈ ചർച്ച ഒരു ഭാഗത്ത് കൊഴുത്തു തുടങ്ങുമ്പോഴാണ് ഇടിമിന്നലേറ്റവനെ പാമ്പുകടിച്ചെന്ന് പറഞ്ഞ പോലെ പുതിയ തലവേദനയുണ്ടാക്കി ഡോക്ടർ ശശി തരൂരിന്റെ കടന്നുവരവ്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞിരിക്കുകയാണ്. കുറച്ചുകാലമായി കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയ വാർത്തകളൊന്നും കിട്ടാതെ കറങ്ങി നടന്നിരുന്ന മാധ്യമങ്ങൾക്കിപ്പോൾ വാർത്താ ചാകരയാണ്. ഗ്രൂപ്പ് മാനേജർമാർ തന്നെ ഓരോ ദിവസവും തങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിൽ എതിർ ക്യാമ്പിലെ രഹസ്യങ്ങൾ ചോർത്തി വാർത്തയാക്കാൻ മത്സരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിലെ കോലാഹലങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിലും ആശങ്കയിലുമാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ 2021 സമാനമായ സാഹചര്യമാണെന്നും ഈ പോക്കു പോയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും മുസ്ലിം ലീഗിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് അറിയിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനം എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഇതിനു മുന്നോടിയായി മുസ്ലിം ലീഗ് 2 തവണ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. പരസ്പരം വിഴുപ്പലക്കുന്ന കേരളത്തിലെ നേതാക്കളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന തിരിച്ചറിവിൽ രാഹുൽ ഗാന്ധിയെ കണ്ട് തങ്ങളുടെ പരാതി പറയാനാണ് ലീഗ് ശ്രമം. CPM-ന് പിന്നാലെ മുസ്ലിം ലീഗും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള മുന്നൊരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കോൺഗ്രസിൽ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞ അവസ്ഥയിലാണ്. 1 വർഷം മുൻപേ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനുണ്ടായ മിന്നും വിജയത്തോടെ അടുത്ത ഭരണം ഉറപ്പിക്കുകയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചരടുവലികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഇതോടെ അതുവരെ നന്നായി നടന്നുവന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടമടക്കമുള്ള കോൺഗ്രസിലെ യുവ നേതൃത്വത്തിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രി കസേരയുറപ്പിക്കാൻ നീക്കം നടത്തുകയാണെങ്കിൽ, മറുഭാഗത്ത് അപ്രതീക്ഷിതമായാണ് രമേശ് ചെന്നിത്തലയുടെ ശക്തമായ തിരിച്ചുവരവ്. UDF-ന്റെ പ്രധാന വോട്ട് ബാങ്കായ സാമുദായിക നേതാക്കളുടെ പിന്തുണയോടെ എത്തിയ ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട്. എന്നാൽ ഇവരെയെല്ലാം മറികടന്ന് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ എത്തുമോ എന്ന ആശങ്ക ഇരു ക്യാമ്പിലും ശക്തമാണ്. പുതിയ വികസന കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞ് രാഷ്ട്രീയ ഭേദമന്യേ യുവാക്കളുടെയും മധ്യവർഗത്തിന്റെയും ശ്രദ്ധയാകർഷിച്ച് രംഗത്തെത്തിയ ഡോക്ടർ ശശി തരൂരും വെറുതെ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. അല്ല, ഈ ചർച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പോൾ ഈ ചിലർ പറയുന്നത് പ്രശ്നം തീരുന്നു, അതായത് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. പ്രശ്നമുണ്ടായിരുന്ന ആൾക്കാർ അവർ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞോട്ടെ പ്രശ്നം തീർന്നോ ഇല്ലയെന്ന്. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്, സംസാരിച്ചു. നല്ലോണം 2 ഭാഗത്തും നന്നായി സംസാരിക്കാൻ അവസരം കിട്ടി. അത് എനിക്ക് അവരോട് ചോദിക്കില്ല, വിമർശമുള്ളവർ പറയട്ടെ എന്താ വിഷയമെന്ന്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ സൈറ്റ് ചെയ്ത ചില സോഴ്സസിനെ കുറിച്ച് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ നല്ല ഡേറ്റ കാണിച്ചു തന്നാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ആരുടെയും എന്താ പറയുക, ആരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ആവർത്തിക്കാനല്ല ഇറങ്ങിയത്. ഞാൻ 15-16 വർഷമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ നമ്മളുടെ യുവാക്കളൊക്കെ തൊഴിലില്ലായ്മ ഇല്ലാതെ ഉള്ള കാരണം അവർ ഈ നാട് വിട്ടിട്ട് പോകുന്നു. അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കണം, ഓൺട്രപ്രനർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ കുറേ വർഷങ്ങളെ പറഞ്ഞ് നടക്കണം. നിങ്ങൾ യൂട്യൂബിലും കൂടി കാണാം. 10-7 വർഷമായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. ഞാനിത് പുതിയ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞാൻ ആവശ്യപ്പെട്ടതൊരു കാര്യം ഈ കഴിഞ്ഞ 18 മാസത്തിൽ സംഭവിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചിട്ട് ആദ്യം സംസാരിച്ചു കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസംഗത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആർട്ടിക്കിളും എഴുതി. അതിനെ പെട്ടെന്ന് ആൾക്കാർ വായിക്കുന്നത് നല്ലതല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുണം ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ഉണ്ടാവട്ടെ. കേരളത്തിൽ സ്റ്റാർട്ടപ്സ് നടക്കുന്നുണ്ടോ? നമ്മളുടെ യുവകൾക്ക് ഇപ്പോൾ ഇനിയും തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ടോ? ഓൺട്രപ്രനർഷിപ്പ് വഴിക്ക് നമ്മളുടെ സാമ്പത്തിക വളർച്ച നന്നാവുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അത് എന്താണ് യാഥാർത്ഥ്യം എന്ന് സ്ഥാപിക്കാൻ ഓരോരോ കക്ഷികൾക്ക് അവരുടെ അഭിപ്രായവും ഡേറ്റയും ഉണ്ടെങ്കിൽ അത് വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ. നമ്മുടെ രാഷ്ട്രീയത്തിൽ വെറും
പാർട്ടി പോളിറ്റിക്സ് കളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കാൻ നമുക്ക് വല്ല ചിന്തയുണ്ടോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ അഥവാ ഇത് സത്യമല്ലെങ്കിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് പറയട്ടെ. ഈ ചർച്ച വരുന്നതിൽ ഞാൻ ഒരു തെറ്റും കണ്ടിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് ഈ ചർച്ച വന്നത്. അത് ഞാൻ സൈറ്റ് ചെയ്തത് ഒരു CPM-ൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒന്നുമല്ല. ഞാൻ സൈറ്റ് ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സും 24. ഇത് രണ്ട് മാത്രമാണ് ഞാൻ സൈറ്റ് ചെയ്തത്. ഇനി അത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾ കേൾക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ഇടയിലും നിങ്ങളുടെ മാധ്യമത്തിലും ഇതൊക്കെ ഒരു ചർച്ച ആക്കുന്നത് നല്ല കാര്യമാണ്. ചോദിച്ചിട്ടുണ്ട്, ഞാൻ വെറും ഏത് രാഷ്ട്രീയം കളിക്കാനല്ല എഴുതിയത്. ഞാൻ അടിസ്ഥാനത്തിൻ്റെ ബേസിസിലാണ്. ഞാനൊരു കാര്യം എഴുതുമ്പോൾ എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല ഈ ആർട്ടിക്കിൾ എഴുതിയത്. അത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെങ്കിലും ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവും. മുസ്ലിം ലീഗ് നിലവിൽ ചെകുത്താനും കടലിനും ഇടയ്ക്കുപെട്ട അവസ്ഥയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ കോൺഗ്രസിനെ സാമുദായിക സംഘടനകളിൽ സ്വാധീനമുറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവില്ലാത്തത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ലീഗ് സംശയിക്കുന്നു. വീണ്ടും ഒരു 5 വർഷം കൂടി അധികാരമില്ലാതെ പുറത്തു നിൽക്കേണ്ട അവസ്ഥ വന്നാൽ രാഷ്ട്രീയമായും സംഘടനാപരമായും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം CPM-മായി അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ പിണറായി അടക്കമുള്ള CPM നേതൃത്വത്തിന് എതിർപ്പില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇരു പാർട്ടികളും തമ്മിൽ പരസ്പരം കടുത്ത വിമർശനങ്ങൾ പോലും നടത്താറില്ലായിരുന്നു. സമസ്തയുടെ ഇടയിലൂടെ ഏത് ഘട്ടത്തിലും ലീഗ് മുന്നണി മാറിയേക്കാം എന്ന ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഇതോടെ മുന്നണി എന്ന നിലയിൽ കോൺഗ്രസുമായി ചേർന്ന് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും മികച്ച വിജയം നേടുകയും ചെയ്തു. CPM-ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണെന്ന പ്രതീതിയുണ്ടാവുകയും ചെയ്തു. ഇതോടെയാണ് മുസ്ലിം ലീഗ് കടുത്ത CPM വിരുദ്ധത പ്രകടിപ്പിച്ച് സജീവമായി രംഗത്തിറങ്ങി തുടങ്ങിയത്. അന്നു മുതൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഘട്ടത്തിലാണ് എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് കോൺഗ്രസിൽ വീണ്ടും കസേരകളി ആരംഭിക്കുന്നത്. ഇതിൽ പരസ്യമായി തന്നെ ലീഗ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ചലനങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ നിന്നും മുക്തരായ CPM-ഉം സർക്കാരും ജനരോഷം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇടക്കാലത്ത് ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോയ CPM ആ നയത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയും തങ്ങളുടെ അടിസ്ഥാന വോട്ടുബലം ശക്തിപ്പെടുത്താനുള്ള നിലപാടുകളിലേക്ക് കടക്കുകയും ചെയ്തു. ഇടക്കാലത്ത് നഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ആധിപത്യം തിരിച്ചുപിടിക്കാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സജീവമായി ചർച്ചയാക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെക്കുറിച്ച് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിച്ച് ഡോക്ടർ ശശി തരൂർ തന്നെ രംഗത്ത് വന്നതോടെ മാധ്യമങ്ങൾ ബോധപൂർവം അവഗണിച്ചിരുന്ന ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ സമൂഹം ഒന്നാകെ ചർച്ചയായി ഏറ്റെടുത്തു. ഫലത്തിൽ ഇത് ഇടതുപക്ഷത്തിന് ചെറിയ ഉണർവല്ല നൽകിയത്. പെൻഷൻ കുടിശ്ശിക തീർത്തും ആനുകൂല്യങ്ങൾ നൽകിയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഫണ്ട് അനുവദിച്ചും സർക്കാരും CPM-ഉം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതോടെയാണ് മുസ്ലിം ലീഗ് ത്രിശങ്കുവിലായിരിക്കുന്നത്. ഈ കോൺഗ്രസിനെയും വെച്ച് ഭരണം തിരിച്ചുപിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് മുസ്ലിം ലീഗിന് നല്ല ബോധ്യമുണ്ട്. 2009 നിയമസഭാ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ തന്നെ 50 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് മൃഗീയ ആധിപത്യം ഉള്ളതാണെന്നും പിന്നീട് വരുന്ന 90 സീറ്റിൽ നിന്ന് 71 സീറ്റിലേക്ക് UDF-ന് പൊരുതി ജയിക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ലെന്നും മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്.